ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഉണ്ണി ചങ്ങരംകുളം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോയിലൂടെ എല്ലാം കണ്ടിട്ട്. മറ്റൊന്നും ആയിരുന്നില്ല, എൻ്റെ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം തന്നെയാണ് നമ്മൾ വീഡിയോസ് എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയത്. ഏകദേശം ഒരു 2-3 മാസമായിട്ട് ബാക്ക് പെയിനും അതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാരണങ്ങളുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലും വീടും അതുപോലെ നമ്മുടെ ഓഫീസിലും ഉണ്ടാവാറുണ്ട്. വർക്കുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനേ ഉള്ളൂ. എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഡെയിലി ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പല കസ്റ്റമേഴ്സും നമ്മളതിനെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അതുപോലെ പല ആളുകളും നമ്മളോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും കാണുന്നല്ലോ എന്ന്. അപ്പോൾ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ ഇത് പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും ഇതാക്കണ്ട. നമുക്ക് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് നിൽക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മുടെ വീഡിയോസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കുറ്റിപ്പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അവരുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയൊരു വർക്കാണ്, വളരെ ചെറിയൊരു വർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടായി നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, അബിയു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ വർക്ക് ചെയ്തിട്ട് ഏകദേശം 1 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നന്നായിട്ട് അബിയു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചാമ്പ, നമ്മുടെ ഓൾ സീസൺ മാവ്, പിന്നെ ചെറുനാരകം, നമ്മുടെ സീഡ്ലെസ്സിൻ്റെ ചെറുനാരകം എല്ലാം ഇവിടെ ഉണ്ട്. അതിൽ സീഡ്ലെസ്സിൻ്റെ ചെറുനാരകം കായ്ച്ചിട്ടുണ്ട്. മാവിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം മാങ്ങ ഉണ്ടായതാണ്, ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് മറ്റുള്ള തോട്ടങ്ങൾ ചെയ്ത പോലെ കൂടുതൽ സ്ഥലമൊന്നുമില്ല ഇവർക്ക്. ഫ്രണ്ടിൽ മുറ്റത്ത് കൂടുതൽ കട്ട വിരിച്ചിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സ്ഥലമാണുള്ളത്. ഇതുപോലെ കെട്ടിയിട്ടുള്ള ഒരു ചെറിയ ഏരിയ മാത്രം. അവിടെ ഫുള്ള് പുല്ല് പിടിപ്പിച്ചിരിക്കുകയായിരിക്കും. അത് പുല്ല് മൊത്തം പോയിട്ട് ആകെ ഇതായിട്ടാണ് ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് കിടന്നിരുന്നത്. അപ്പോൾ 2ാം വട്ടം പുല്ല് പിടിപ്പിക്കേണ്ട എന്നാണ് ഞാൻ ഇവിടെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത്. ആനന്ദൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പുല്ല് പിടിപ്പിക്കേണ്ട, പകരം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. പുല്ല് പിടിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസിനൊക്കെ ഭയങ്കര പാടാണെന്ന് ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ വളരെ ചുരുങ്ങിയ കുറച്ച് തൈകൾ, ആകെ ഒരു 7-8 തൈകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്ത എല്ലാ തൈകളും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതിലിപ്പോൾ തായ്ലൻഡിൻ്റെ ചാമ്പയുടെ കാര്യമാണ്. അത് നന്നായിട്ട് കായ്ച്ചായിരുന്നു. പക്ഷേ കായ്ച്ച അത്യാവശ്യം വലിപ്പെത്തി. പക്ഷേ അത് പഴുക്കുന്നേക്കാൾ മുന്നേ ഫുള്ള് കിളികൾ വന്ന് നശിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം അമ്മ പറിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും നമുക്ക് അറിയാമല്ലോ, പഴുത്ത് കഴിക്കുന്നതും പച്ചയ്ക്ക് കഴിക്കുന്നതും രണ്ട് ടേസ്റ്റാണ്. തായ്ലാൻഡിൻ്റെ ചാമ്പ ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് നമുക്ക് കഴിക്കാൻ. പക്ഷേ അത്ര ടേസ്റ്റ് ആ ഒരു സംഭവം നമുക്ക് പച്ച കഴിക്കുമ്പോൾ കിട്ടില്ല. എന്നാലും അവർക്കത് കഴിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ഇവിടെ വെരിഗേറ്റഡ് ഒരു സപ്പോർട്ട നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടുത്ത് വെച്ചതാണ്, അധികമായിട്ടില്ല. നമ്മൾ മറ്റു തൈകൾ വെക്കുന്നതിൻ്റെ കൂട്ടത്തിലല്ല, അതിന് ശേഷം വെച്ചൊരു ഐറ്റമാണിത്. പിന്നെ നമ്മുടെ സാന്തോള് നിൽക്കുന്നുണ്ട്, നമ്മുടെ ഓറഞ്ച് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ഓറഞ്ച്, ഇതൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് മാത്രമാണ് നമ്മൾ ഡ്രമ്മിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ താഴത്ത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. അബിയു നല്ല ടേസ്റ്റുള്ള പഴമാണ്. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മുകളിൽ കായ ഉണ്ടായി. നല്ല ടേസ്റ്റുള്ള പഴമാണ്. ഇപ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2ാമതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാവിൻ്റെ മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അച്ചാറുണ്ടാക്കാനും കഴിക്കാനും ഒക്കെ നല്ല മാങ്ങയാണ്. ഇപ്പം അത് ഇത് മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പിന്നെ ഇപ്പോൾ 2ാമതും പൂവിട്ടിട്ടുണ്ട്. നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട് അമ്മയുടെ അഭിപ്രായം എന്താ? എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യും. ഒരു പ്രശ്നമില്ലേക്ക് നല്ല അഭിപ്രായം. ഇതാണ് നമ്മുടെ അബിയു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു 4-5 കായകൾ പഴുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലേ, ഇതേപോലെ ഉണ്ടാകുന്നു. നമ്മളുടെ ഇവിടെ വളരെ റയറായിട്ട് കാണുന്നത്. ഇപ്പം അങ്ങനെ ആളുകളിൽ അറിഞ്ഞു വരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ നിറച്ച് പൂവ് നിൽക്കുന്നുണ്ട്. ഇത് മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്, കായ മുകളിലുണ്ട്. അധികം വലിപ്പമൊന്നുമില്ലാത്തായി. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കട്ട് ചെയ്യാൻ നമുക്ക് തോന്നില്ല. അത്രയും പൂ പിടിച്ചിട്ട് നിറച്ച് പൂവും കായായിട്ട് വരുന്ന ഒരു തൈയാണിത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു പ്ലാന്റൊക്കെ മേടിച്ച് വെച്ചോളൂ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് എന്താ പറയുക, പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് പിള്ളേർക്ക് നല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ അബിയു ഫ്രൂട്ട്.
പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ സീഡ്ലെസ്സിൻ്റെ ചെറുനാരകം കണ്ടില്ലേ, അധികം വലിപ്പമൊന്നും വെച്ചിട്ടില്ല, പക്ഷേ എന്നാലും കക്ഷി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ കായ നിൽക്കുന്നുണ്ട്, ഇവിടെയൊക്കെ അതാ നിൽക്കുന്നത്, കൊല നിൽക്കുന്നുണ്ട്. അത്യാവശ്യം കായ, നമ്മുടെ 1 വർഷം പ്രായമുള്ള തൈയാണ്, എന്നാലും അതിന് പരമാവധി അതിൻ്റെ മുകളിൽ കായ്ച്ചിട്ടുണ്ട്. നമ്മുടെ ഓൾ സീസണിൻ്റെ മാവാണ്. ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം മാങ്ങ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണയും അത്യാവശ്യം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതേ പൂവൊക്കെ ആയിട്ട് വരുന്നു കണ്ടില്ലേ. നമുക്ക് അലങ്കാരത്തിനും ഒപ്പം നമുക്ക് എല്ലാ സമയത്തും മാങ്ങ ഉണ്ടായി കിട്ടുന്ന ഒരു മാവാണ്. ഇതിൽ പറയാൻ വിട്ടൊരു ഐറ്റം ഉണ്ട്, നമ്മുടെ റംബുട്ടാനാണ്. ഈ ഒരു ഐറ്റം ഞാനിവിടെ ഇവരോട് പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിച്ചതാണ്. അത് കുറച്ച് വലിയ തൈ തന്നെയാണ് നമ്മൾ വെച്ചത്, നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു തൈ വെച്ചതാണ്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മറ്റു തൈകളെ പോലെ ഇതങ്ങോട്ട് സെറ്റ് ആവാതിരിക്കുകയായിരുന്നു. നമുക്ക് ഭയങ്കര മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരാളായിരുന്നു. കാരണം കമ്പ് ഉണങ്ങുക, ഇലകൾ മൊത്തമായിട്ട് മുരടിച്ച് നിൽക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ നമ്മുടെ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ബാക്കിയുള്ള എല്ലാ രീതിയിലും ഇവർ ഇവിടെ കൃത്യമായിട്ട് നനയ്ക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പം നമ്മുടെ തൈ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഇത് പൂവിടുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇത് ഞങ്ങൾ ഹൈറ്റ് പോകുന്ന ആൾക്കാരെയൊക്കെ കട്ട് ചെയ്തിട്ടും ഇതൊക്കെയായിട്ട് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം നമുക്ക് പൂവായി കിട്ടും, ഇത് കായായി കിട്ടും എന്നുള്ള ഒരുപാട് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. കാരണം ഇതും കൂടി ഒന്ന് കായ്ച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മുടെ ബാക്കിയെല്ലാം ഒരുവിധം കായ്ച്ചപ്പോഴേ ഇനി റംബുട്ടാനും കൂടെ ഉള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി നമ്മുടെ വീഡിയോസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.